കനത്ത മഴയിൽ വീട് തകർന്നു. മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് തകരപ്പറമ്പിൽ രാജന്റെ വീടാണ് നിലംപതിച്ചത്. വീടിന്റെ അപകടാവസ്ഥ മൂലം കഴിഞ്ഞ ദിവസം മുതൽ ഇവർ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. വീട് തകർന്നതോടെ വീട്ടുപകരണങ്ങളും നശിച്ചു. മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് 3-ാം വാർഡിൽ താമസക്കാരായ തകരപ്പറമ്പിൽ രാജന്റെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും നിലംപതിച്ചത്. വീടിന്റെ ശോചനീയാവസ്ഥ മൂലം അപകട സാധ്യത മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം മുതൽ മറ്റൊരു വീട്ടിലായിരുന്നു 90 വയസ്സുള്ള മാതാവ് ഉൾപ്പെടെ രാജനും കുടുംബാംഗങ്ങളും അന്തി ഉറങ്ങിയിരുന്നത്. രാജന്റെ കൊച്ചുമകന്റെ ചികിത്സയ്ക്കായി മകനും ഭാര്യയും കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. വീട് നിലം പതിച്ചതോടെ വീട്ടുപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. ഇതോടുകൂടി ആശുപത്രിയിൽ നിന്നും മകൻ തിരികെ എത്തുന്നതോടെ രാജനും മറ്റു കുടുംബാംഗങ്ങൾക്കും താമസിക്കുവാൻ ഇടമില്ലാതെയായി. 10 സെന്റ് ഭൂമി മാത്രമുള്ള രാജന്റെ കുടുംബത്തിന് സ്വന്തമായി വീട് നിർമ്മിക്കുവാനുള്ള സാഹചര്യമില്ല. മരിയാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ വാർഡ് മെമ്പർ സണ്ണി ജോണും പൊതുപ്രവർത്തകരായ തങ്കച്ചൻ അമ്പാട്ടുകുഴി, വിജയൻ കല്ലുങ്കൽ, റോയ് ഇടശ്ശേരിക്കുന്നൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ഉപ്പുതോട് വില്ലേജ് ഓഫീസിലും മരിയാപുരം പഞ്ചായത്തിലും കളക്ടറേറ്റിലും ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടുള്ളതായി വൈസ് പ്രസിഡന്റ് സണ്ണി ജോൺ പറഞ്ഞു. തകരപ്പറമ്പിൽ രാജന്റെ പെരയാണ് ഈ മഴയത്ത് ഉരുണ്ടു വീണത്. വാസയോഗ്യമല്ലാത്ത രീതിയിൽ പെര മുഴുവൻ തകർന്ന അവസ്ഥയാണ്. വില്ലേജ് അധികാരികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തകരപ്പറമ്പിൽ രാജന്റെ മകൻ ലിൻസിന്റെ ഭാര്യയും 4 കുട്ടികളുമുള്ള വീടാണ്. അതിൽ ഇളയ കുട്ടി ചികിത്സാർത്ഥം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. കൂലിപ്പണിയെടുത്താണ് കുടുംബം കഴിയുന്നത്. അതുപോലെ തകരപ്പറമ്പിൽ രാജന്റെ അമ്മ 90 വയസ്സിന് മേളിൽ പ്രായമുള്ള ആളാണ്. ഇപ്പോൾ ഇവരുടെ ലിൻസിന്റെ വല്യമ്മയുടെ വീട്ടിലേക്ക് മഴ ശക്തിയായതോടെ മാറി താമസിച്ചിരുന്നു. സർക്കാരിൽ നിന്ന് വേണ്ടത്ര ധനസഹായം ലഭിക്കാതെ അന്തി ഉറങ്ങുവാൻ ഒരു വീട് നിർമ്മിക്കുവാനാവില്ല എന്ന് രാജനും പറയുന്നു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.